ശ്രീ ഹോംബലിലേക്ക് സ്വാഗതം. ഈ ചട്ടിയിൽ ഞാൻ വഴുതിന തൈ നടാൻ പോവാണ്. അതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. ഏറ്റവും അടിയിൽ ഞാൻ കരിയില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ശിമക്കൊന്നയുടെ ഇല ഇട്ട് വെച്ചേക്കുവാണ്. ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഇതിൽ ചാണകപ്പൊടി, ആട്ടും കഷ്ടം, മണ്ണ്, ഡോളോമൈറ്റ്, ട്രൈക്കോഡെർമ, സൂഡോമോണസ് ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 ദിവസമായി വെച്ചിട്ട്. അപ്പം ഇതിൽ ഞാൻ വഴുതിന തൈ നടാനായിട്ട് മണ്ണ് നിറയ്ക്കാൻ പോവുക ഈ ചട്ടിയിൽ. ഞങ്ങളുടെ ഈ പറമ്പിൽ ഞങ്ങളുടെ പുരയിടത്തുള്ള മണ്ണ് അല്ല ഇത്. ഞങ്ങൾ വേറെ സ്ഥലത്തുനിന്ന് ഈ മണ്ണ് വാരി കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ വെട്ടുകല്ലാണ്. അപ്പോൾ ഈ മണ്ണിൽ അങ്ങനെ കൃഷി ചെയ്താൽ വലുതായിട്ട് വിളവ് കിട്ടത്തൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വേറെ സ്ഥലത്തൊന്ന് ചാക്കിൽ വാരി കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കും. ആവശ്യമുള്ളപ്പം കൃഷി ചെയ്യുക. പിന്നെ അതിൽ പിന്നെ ഡോളോമേറ്റ് എല്ലാം കൂടി ഇട്ട് ഒരു 7-8 ദിവസത്തേക്ക് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കൃഷി ചെയ്യും. അങ്ങനെയാണ്. ഈ ചട്ടിയിലും ഈ ചാക്കിനകത്തൊക്കെ കാണുന്ന മണ്ണല്ല ഞങ്ങൾ വേറെ സ്ഥലത്തൊന്നും വാരി കൊണ്ടുവന്നതാണ്. ഞങ്ങൾ ഫൈബർ ഗ്ലാസ് ചെയ്ത ചട്ടിയാണ്. പിന്നെ ഇത് ഞങ്ങൾ 40 രൂപയ്ക്ക് ചട്ടി മേടിച്ചിട്ട് ഞങ്ങൾ ഇതിൽ ഫൈബർ ഗ്ലാസിൻ്റെ ചെയ്തായിരുന്നു. ഇത് ഇട്ടാൽ ഇപ്പം പൊട്ടത്തൊന്നുമില്ല. ഞങ്ങൾ 40 രൂപയുടെ ചെടിച്ചട്ടി മേടിച്ചതായിരുന്നു. ഇതിൽ പിന്നെ ഫൈബർ ഗ്ലാസ് ചെയ്തു. 60 ചട്ടിയോളം ഞങ്ങൾ ചെയ്തായിരുന്നു. ഈ ഫൈബർ ഗ്ലാസിൻ്റെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുക. അതുകൊണ്ട് ഇതിൻ്റെ ഹോള് അടിവശത്തല്ല ഹോൾ, ഇതിൻ്റെ ഹോള് സൈഡിലാണ്. ഈ കാണുന്നതിൻ്റെ ഹോളാണ്. ഞാൻ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഹോൾ ഇട്ടതാണ് ഇതിൽ. അപ്പം ഈ കാണുന്ന ഞങ്ങളുടെ ഈ പയറും ഇതിലൊക്കെ പകുതി മുക്കാലും ചട്ടികളും ഞങ്ങൾ ഫൈബർ ഗ്ലാസ് ചെയ്ത ചട്ടികളാണ്. ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ആ കറുത്ത മാത്രമേ ഉള്ളൂ ഫൈബർ ഗ്ലാസ് ചെയ്യാത്തത്. ബാക്കി ചട്ടികളെല്ലാം ഞങ്ങൾ ഫൈബർ ഗ്ലാസ് ചെയ്ത ചട്ടിയാണ്. ഇട്ടാൽ ഇത് പൊട്ടത്തൊന്നുമില്ല. ഈ ചട്ടിയിലുള്ള മണ്ണ് മുഴുവനും ഞങ്ങൾ വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണ് ഞാൻ പറഞ്ഞല്ലോ വെട്ടുകല്ലാണ്. ആ മണ്ണ് തേണ്ട ഇതാണ്. അപ്പോൾ ഇതിൽ കൃഷി ചെയ്താൽ വിളവ് കിട്ടത്തുമില്ല. എത്ര നമ്മൾ വളമിട്ടാലും മണ്ണ് ഉറച്ചിരിക്കും. അതുകൊണ്ട് ഈ മണ്ണിൽ ഞങ്ങൾ കൃഷി ചെയ്യാറില്ല. ഇത് ചുമന്ന മണ്ണാണ്. ആ മണ്ണും ഈ മണ്ണും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇത് പൊടിമണ്ണാണ്, അത് ചുമന്ന മണ്ണാണ്. അപ്പം ഞങ്ങൾ ഈ മണ്ണിലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. കൃഷിയോടുള്ള ഒരു കൊതി കൊണ്ട് മണ്ണ് താഴെ നിന്ന് ഞങ്ങൾ വാരിക്കൊണ്ട് ചാക്കിനകത്താക്കി വെച്ചേക്കുക. മണ്ണ് നിറയ്ക്കുവാണേ. ആട്ടും കഷ്ടവും എല്ലാം ചാണകപ്പൊടി എല്ലാം മിക്സ് ചെയ്താൽ ഡോളോമേറ്റ് എല്ലാം മിക്സ് ചെയ്താണ്. ഇത് കല്ലൊന്നുമല്ല, ഇത് മണ്ണാണ്. ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. ഈ ആട്ടും കഷ്ടം ഇല്ല ചാണകപ്പൊടി. വേപ്പ മണ്ണാക്ക് എല്ലാം എല്ലുപൊടി എല്ലാം മിക്സ് ചെയ്ത് വെച്ചായിരുന്നല്ലേ. ഇതിൻ്റെ ചുവട്ടിൽ കുറച്ചുകൂടെ എല്ലുപൊടിയും അല്ല വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടി ഇട്ട് കൊടുക്കുക. കടലപ്പിണ്ണാക്ക് പൊടിയല്ല, അതുകൊണ്ട് ഇപ്പം ഇട്ട് കൊടുത്താൽ അത് വെള്ളം ഒഴിച്ച് 2 ദിവസം കഴിയുമ്പോൾ പൂപ്പൽ പോലെ ഇരിക്കും. അതുകൊണ്ട് ഇപ്പം കടലപ്പിണ്ണാക്ക് ഇടുന്നില്ല. ഏറ്റവും അടിയിലെന്ന് പറഞ്ഞാൽ മണ്ണ് പോട്ടി മിക്സ് ഉണ്ടാക്കിയപ്പോഴത്തേനും അതിൻ്റെ കൂടെ എല്ലാം ഇട്ടാണ് ഉണ്ടാക്കിയത്. ഇനി അതിൽ വഴുതിന തൈ നടാം. ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ട് അതിനകത്തിൽ ഈ 2 വഴുതിന തൈയും വെച്ച് കൊടുക്കുക. 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 1 എണ്ണം ചീഞ്ഞു പോയാലും 1 എണ്ണം ഈ ചട്ടിയിൽ ഇന്നോളൂ. അതുകൊണ്ട് 2 തൈയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇച്ചിരി മണ്ണൊന്ന് അമക്കി കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഇനി എല്ലാ ചട്ടിയിലും മണ്ണിട്ടിട്ട് വഴുതിന തൈ നടാം. ചട്ടിയിൽ മണ്ണ് നിറച്ച് വഴുതിന തൈ നട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്